മനന ശിഖിരത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തകൾക്ക് ധ്യാനത്തിന് ആധാരമാക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. തലക്കെട്ടായി ഞാൻ നൽകുന്നത് അകവും പുറവും എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ എന്താണ് അശുദ്ധനും വിശുദ്ധരും ആക്കുന്നത്? മനുഷ്യർ അശുദ്ധരും വിശുദ്ധരുമാകുന്നതിൻ്റെ കാരണവും എങ്ങനെയാണത് സംഭവിക്കുന്നതെന്നും യേശു കർത്താവ് ഇവിടെ സൂചിപ്പിക്കുകയാണ്. പരീശർ യേശുവും ശിഷ്യന്മാരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ആചാരലംഘനം നടത്തി എന്നുള്ള വലിയ ആരോപണത്തിന് മുൻപിലാണ് യേശു കർത്താവ് ഈ പഠിപ്പിക്കലുകൾ നടത്തുന്നത്. അകവും പുറവും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യർ എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു, ഇത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. യേശു കർത്താവ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ് നിങ്ങളെ അശുദ്ധരാക്കുന്നത്. യേശു കർത്താവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹൃദയം എന്നുള്ള വാക്കാണ്. ഹൃദയം എന്നതുകൊണ്ട് യേശു കർത്താവ് സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ അകമേയുള്ള മനുഷ്യനെ കുറിച്ചാണ്. എപ്പോഴാണ് അകവും പുറവും ഒരുപോലെ ആയിത്തീരുന്നത്? ഞാൻ പറയും, യഥാർത്ഥമായ ആത്മീയത എന്ന് പറയുന്നത് അകവും പുറവും ഒരുപോലെ ആയിത്തീരുമ്പോഴാണ്. നിങ്ങളുടെ അകത്തുള്ളത് പുറത്തേക്ക് വരുമ്പോൾ അതാണ് നിങ്ങളെ അശുദ്ധരും വിശുദ്ധരുമാക്കുന്നത്. പുറമേ നാം ചെയ്യുന്നതായ ചില പ്രവൃത്തികളോ ചില ആചാരങ്ങളോ അല്ല നമ്മെ അശുദ്ധരും വിശുദ്ധരുമാക്കുന്നത്. അകവും പുറവും ഒരുപോലെ വിശുദ്ധിയുള്ളതായി തീരുമ്പോൾ യഥാർത്ഥമായ ആത്മീയതയിലേക്ക് അത് നമ്മെ നയിക്കുകയാണ്. ഒരു പട്ടക്കാരൻ എന്ന നിലയിൽ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ എന്നെ കാണുമ്പോൾ പലപ്പോഴും ആളുകൾ എഴുന്നേൽക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാനത് നിരുത്സാഹപ്പെടുത്താറുമുണ്ട്. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല. ഒരാൾ എഴുന്നേൽക്കുന്നത് ബഹുമാനത്തിൻ്റെ പ്രതീകമായി പലപ്പോഴും മനസ്സിലാക്കുമെങ്കിലും എഴുന്നേൽക്കുന്ന ആളിന് മാത്രമേ അറിയുകയുള്ളൂ അദ്ദേഹം പുറമേ ചെയ്യുന്നത് അകമേ ഉള്ളതിൻ്റെ പ്രതിഫലനം ആണോ എന്ന്. പുറമേ ചെയ്യുന്നത്, പറയുന്നത് അകമേയുള്ളതിൻ്റെ പ്രതിഫലനമാണ് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുമ്പോഴും ഇവിടെ നമുക്ക് അത്തരത്തിൽ അകവും പുറവും വ്യത്യസ്തരായുള്ളവരെയും കാണാനായി സാധിക്കും. അകമേ വെറുപ്പും വിദ്വേഷവും ക്രോധവും നിറഞ്ഞു നിന്നിട്ട് പുറമെ വ്യത്യസ്തമായി പ്രകടിപ്പിക്കുന്നവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് അകവും പുറവും ഒരുപോലെയായി തീരുക എന്നുള്ളതാണ്. അകത്തുള്ളതും പുറത്തുള്ളതും ഒരുപോലെയായി തീരുന്ന ആത്മീയതയുടെ പൂർണ്ണതയാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കും ആവശ്യമായിട്ടുള്ളത്. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. യേശുവിൻ്റെ, നമ്മുടെ കർത്താവിൻ്റെ, നമ്മുടെ ദൈവത്തിൻ്റെ സത്തയാണ് മനുഷ്യർക്ക് ദൈവം ദാനമായി നൽകിയത്. അതാണ് നമ്മെ വിശുദ്ധരാക്കുന്നത്. ദൈവത്തിൻ്റെ സത്ത പേറുന്നവരായി നമ്മൾ തീരുമ്പോൾ അകമേയും പുറമേയും ഒരുപോലെ ആത്മീയതയുടെ പൂർണ്ണതയിലേക്ക് നമ്മൾ നയിക്കപ്പെടും. ഈ നോമ്പുകാലം അകവും പുറവും ഒരുപോലെയുള്ള ആത്മീയതയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രതിഫലനങ്ങളായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.